ഇന്ന് നമുക്ക് പീനട്ട് ബട്ടർ ഉപയോഗിച്ചിട്ടൊരു അടിപൊളി സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം. പീനട്ട് ബട്ടർ അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ 1 കപ്പ് നിലക്കടല നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ലതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല പീനട്ട് ബട്ടർ കിട്ടും. അപ്പോൾ അങ്ങനെ തയ്യാറാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര ഒരു വലിയ ബൗളിലേക്ക് എടുത്തു വെക്കുക. കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കണം, കാരണം ഇതിലാണ് നമ്മൾ ലാസ്റ്റ് ബീറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഞാനൊരു ബേക്കിംഗ് പേപ്പറൊക്കെ വിരിച്ച് ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാരണ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ബ്രൗൺ ഷുഗറിലേക്ക് ഒരു 100 ഗ്രാം വരെ ബട്ടറും 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലോണം പഞ്ചസാര ചേർക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര അധികം പറ്റാത്തവർ, ഷുഗറൊക്കെ ഉള്ളവർ തയ്യാറാക്കണ്ട. നല്ലോണം പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതെല്ലാം കൂടി മെൽറ്റായിട്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർക്കാം. അതിനുശേഷം 1 കപ്പ് പീനട്ട് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ് കേട്ടോ. ചെറിയ ചെറിയ കടലയുടെ പീസ് ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ളത് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇനി ഉണ്ടാക്കിയതിന് ശേഷം കടല ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ക്രഞ്ചി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പീനട്ട് ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പീനട്ട് ബട്ടർ ചേർത്തിട്ട് അത് ചൂടായിട്ട് വരുന്ന സമയത്ത് നല്ല ലൂസായിട്ട് മാറും കേട്ടോ. കണ്ടില്ലേ, നല്ല കുറച്ചിങ്ങനെ ലൂസായി വന്നിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. നന്നായിട്ടൊന്ന് ലൂസായിട്ട് വന്ന സമയത്ത് തന്നെ നമുക്കിത് നമ്മുടെ പൊടിച്ച പഞ്ചസാരയിലോട്ട് ചേർത്ത് കൊടുക്കുക. ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഇലക്ട്രിക് ബീറ്റർ എടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നല്ല കട്ട പോലെയാണ് കേട്ടോ ഇരിക്കുക. നമുക്ക് ബീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുക. അപ്പോൾ എന്നാലും നമുക്ക് പറ്റുന്ന പോലെ നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലതുപോലെ എല്ലാം കൂടി അങ്ങ് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ മുഴുവൻ കൊള്ളാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 1/4 ഭാഗം വരെ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും. എന്നിട്ട് മുകൾ ഭാഗവും സൈഡൊക്കെ നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കാം. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂടൊക്കെ പോയി ഇത് നല്ല റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറേ നാൾ നല്ല ടൈറ്റായിട്ടുള്ള എന്തെങ്കിലും കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടൊക്കെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. കുറേ നാളിരിക്കും. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. തണുപ്പിച്ചിട്ട് കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക്